ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം കുറുമാത്തൂർ അതിരിയാട്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി നിർവഹിച്ചു. ഒരു കൊട്ട പൂ എന്ന പദ്ധതി കഴിഞ്ഞ 2-3 വർഷക്കാലമായി നമ്മൾ നടപ്പിലാക്കി വരികയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും നമുക്കറിയാം, ഈ ഓണം എല്ലാം ആകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കളാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ നാടിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനകത്ത് 2 തരത്തിലുള്ള ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൈവരിക്കുന്നതിന് വേണ്ടി കഴിയും. ഒന്ന്, നമുക്ക് ആവശ്യമായ പൂക്കൾ നമ്മുടെ നാടിനകത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതും, അതോടൊപ്പം നമ്മൾ മറ്റ് സംസ്ഥാനത്തിന് നമ്മൾ വലിയ തുക കൊടുത്ത് വാങ്ങുന്നത് നമ്മുടെ നാടിനകത്തുള്ള ആളുകൾക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനും ഇതിൻ്റെ ഭാഗമായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ വർഷം നമ്മൾ ചെണ്ടുമല്ലിയും അതുപോലെ വാടാർമല്ലിയും 2 തരത്തിലുള്ള കൃഷിയാണ് ഈ വർഷം നമ്മൾ നടത്തിയിട്ടുള്ളത്. വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ജില്ലയിൽ വിവിധ വനിതാ ഗ്രൂപ്പുകൾ ചെണ്ടുമല്ലി, വാടാമല്ലി തൈകൾ വിതരണം ചെയ്യുകയും കൃഷിക്ക് വേണ്ട സാങ്കേതിക സഹായം അതാത് കൃഷി ഓഫീസ് വഴി ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. അൻപത്തിനാല് പഞ്ചായത്തുകളിലായി ജില്ലയിലെ 5 സർക്കാർ ഫാമുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച 1,84,615 ചെണ്ടുമല്ലി തൈകളും 61,538 വാടാമല്ലി തൈകളുമാണ് വിതരണം ചെയ്തത്. 16 ലക്ഷം രൂപയാണ് അടങ്കൽ തുക. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V സീന, വൈസ് പ്രസിഡന്റ് രാജീവൻ പാച്ചേനി, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CM സബിത, ഷനോജ് മാസ്റ്റർ, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PP പ്രസന്ന ടീച്ചർ, P ലക്ഷ്മണൻ, പഞ്ചായത്ത് അംഗം K ശശിധരൻ, തളിപ്പറമ്പ് ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ B സുഷ, കുറുമാത്തൂർ കൃഷി ഓഫീസർ KK അമൃത എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.